സാംബോ ദേശീയ താരത്തിന് കേരളത്തിൽ അവഗണന. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഇടുക്കി കട്ടപ്പന സ്വദേശി ഹരീഷ് വിജയൻ യോഗ്യത നേടിയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഈ താരത്തെ പിന്നോട്ട് വലിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അതത് സർക്കാരുകൾ സഹായം നൽകുമ്പോൾ ഹരീഷിന് കേരള സർക്കാരിൻ്റെ സഹായങ്ങളൊന്നും ഇതുവരെയായും ലഭിച്ചിട്ടില്ല. എതിരാളി ആരുമാകട്ടെ മലർത്തിയടിക്കാൻ കഴിവും കരുത്തുമുണ്ട്. എതിരാളികളെ ഇങ്ങനെ മലർത്തിയടിച്ച് വിജയപ്പടവുകൾ ചവിട്ടിക്കയറുമ്പോൾ ഹരീഷിന് സ്വപ്നം ആവോളമാണ്. പ്രതിസന്ധികളോട് പടവെട്ടിയാണ് ഹരീഷ് ഇവിടം വരെ എത്തിയത്. കഴിഞ്ഞ വർഷത്തെ സാംബോ സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വിവിധ രാജ്യങ്ങളിലെ എതിരാളികളെ ഇടിക്കൂട്ടിൽ നിഷ്പ്രഭനാക്കി. മാലിദ്വീപ്സിനെ പരാജയപ്പെടുത്തിയാണ് സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഹരീഷ് വിജയിയായത്. ഈ യാത്രകൾ അത്രയും സുമനസുകളുടെ സഹായത്തിലും. ജൂൺ 27 മുതൽ ജൂലൈ 1 വരെ ചൈനയിലെ മക്കാവോയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞ ദിവസമാണ് ഹരീഷിന് ക്ഷണം ലഭിച്ചത്. വിമാന ടിക്കറ്റും മറ്റ് യാത്രാ ചെലവുകളും ഉൾപ്പെടെ വൻതുക ചെലവാകും. സാധാരണ കുടുംബാംഗമായ ഹരീഷിന് ഇത്രയും തുക കണ്ടെത്തി മത്സരത്തിൽ പങ്കെടുക്കുക പ്രയാസമാണ്. പക്ഷേ തന്റെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കാനും വയ്യ. ജൂലൈ 27 മുതൽ ജൂൺ 21 തീയതി വരെ കോമ്പറ്റീഷന്റെ ഡേറ്റ് വന്നിരുന്നത്. അപ്പം 26 ആ ഡേറ്റ് ആകുമ്പോൾ എനിക്ക് കോമ്പറ്റീഷന് പോകണം. ഇവിടുന്ന് കയറണം. സാമ്പത്തികം ഫിനാൻഷ്യലായിട്ടുള്ളൊരു ബാക്കപ്പിന്റെ ഒരു പ്രശ്നമാണ് കോമ്പറ്റീഷൻ. ഇപ്പം പോകാനായിട്ട് ബാക്കി കാര്യങ്ങൾ വർക്കൗട്ട് പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബാക്കി ഇൻകം കാര്യങ്ങളെല്ലാം അറൗണ്ട് ഒരു 1.5 ആണ് പറയുന്നത് ചെലവ് കാര്യങ്ങൾ. അതിൽ 95 സംതിങ് തന്നെ അവിടെയുള്ള അക്കോമഡേഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം പോകും. പിന്നെ ബാക്കി ട്രാവലിങ് അങ്ങനെ ഫുഡ് അതിലേക്കെല്ലാം ആണ് ചെലവ് വരുന്നത്. കാര്യം ഇനി അധികം ദിവസങ്ങളില്ല. അപ്പം ഇത്ര ദിവസം പരിമിതമാകുമ്പോൾ ഈ സാമ്പത്തിക ഇതുവരെ കോമ്പറ്റീഷന് റെഡി ആയിട്ടില്ല. 7ാം ക്ലാസ് മുതൽ കായിക ഇനങ്ങളിൽ മികവ് തെളിയിച്ച ഹരീഷ് പിന്നീട് സ്പോർട്സ് ഹോസ്റ്റലുകളിലെ പഠനകാലത്ത് കരാട്ടെ, ജൂഡോ എന്നിവയിൽ പരിശീലനം നേടി. ഇതിനിടെ സാംബോയിലേക്ക് തിരിഞ്ഞ ഹരീഷ് മികച്ച പ്രകടനത്തിലൂടെ സംസ്ഥാന ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവായി. ഒപ്പം വിജയിച്ച മറ്റു സംസ്ഥാനക്കാർ സർക്കാർ സർവീസിൽ കഴിയുമ്പോൾ കേരള സർക്കാരിന്റെ ആനുകൂല്യങ്ങളോ സഹായങ്ങളോ ഒന്നും തന്നെ ഈ യുവാവിന് ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ ചൈനയിലേക്കുള്ള യാത്രയ്ക്കും ഹരീഷിന് സുമനസുകളുടെ സഹായം വേണം. തന്നെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ദേശീയ താരം ഇന്നുള്ളത്. ജനം, ഇടുക്കി.